വേന്തേറ്റിൽ നിന്ന് കൊണ്ടുവന്ന തക്കാളി, മുളക്, പിന്നെന്താ വരുന്നത്, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ കോഴിയെ ഞാൻ തന്നെ എടുക്കൂ, പ്രത്യേകിച്ച് കോഴി. അബു തന്നെ എടുക്കുമോ? കറക്ക് വേണോ? കറക്ക് കമ്പനി കറക്കോട് കറക്ക്. ഇങ്ങനെ കറക്കി കറക്കി മുടക്കിയില്ല. ഏത് ജനല് തുറന്നിട്ട് കോഴിയെ വിളിക്കാൻ പോണേ. പിന്നെ പിന്നെ ഞാൻ തന്നെ കോഴിയെ ഞാൻ തന്നെത്താൻ വരുന്നതന്നെ ഒരു വിധത്തിൽ അറിയാമല്ലോ തന്നെ. 10 മണിയാകുമ്പോഴേക്കും വീട്ടിലോട്ട് ചെല്ലാം. അപ്പോൾ വിളിക്കും. അന്നേരം എപ്പോഴാണ് വരുന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ കിട്ടത്തില്ല, അങ്ങനെ തരത്തില്ല അവർ. അവിടെ വന്ന് എഴുതി കുത്തിയ അല്ലാതെ അവർ തരികയല്ല. മറ്റേ സംഭവം കൊടുക്കണം, അമ്മയുടെ ആധാർ എന്തോ സാധനം കൊണ്ട്. അങ്ങനെ തരത്തില്ല കേട്ടോ. 5 എണ്ണം. അപ്പം പെട്ടെന്ന് തീർത്തോ. 10 മണിയാകുമ്പോൾ. അതാ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയത്. ഞാൻ വരുക. മറ്റേ പഞ്ചായത്തിൽ നിന്ന് കോഴിയെ കിട്ടുമല്ലോ, അങ്ങനെ കിട്ടിയ 5 എണ്ണമാണ്. അതെണ്ണത്തിനെ പാക്കാനല്ല, കീരി പിടിച്ചോണ്ട് പോയി. ബാക്കി 4 എണ്ണം ഉണ്ടല്ലോ, ശങ്കരനും ദാമോദരനും ഒക്കെ. ഇനിയും വരുന്നുണ്ട് 5 എണ്ണം. അമ്മയ്ക്ക് കിട്ടുന്നതാണേ. അപ്പോൾ അവിടെ കോഴി വേണ്ട. അപ്പോൾ ഞാൻ 5 കുഞ്ഞുങ്ങളെ ഇനിയും വരും. അത് എവിടെ കൊണ്ടിടും? അതിനകത്ത് ഇട്ടാൽ അത് കുത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പറയുന്നത് കുത്തിയല്ലെന്ന്. അത് കൊത്തും. അതിനെ വേറെ വല്ല സെറ്റപ്പ് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് 5 അംഗങ്ങൾ കൂടെ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. 9 എണ്ണം ആ ചെറിയ കൂടിനകത്തിരിക്കുമോ? വട്ടാടി എൻ്റെ അപ്പയ്ക്ക് പറയാതിരിക്കാനെന്താ. അതുങ്ങൾ തന്നെ ഒരു വിധത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളെയും കൂടെ അതിനകത്തോട്ട് എങ്ങനെ ആക്കുമെന്ന് എനിക്കറിയത്തില്ല. വെയിലത്ത് വെച്ചാൽ മതി. ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചാൽ അവൾ കിട്ടത്തില്ല. ഇത് അവിടെ വെക്കും, ആ ഭാഗത്ത് എങ്ങനെ. എന്നിട്ട് മറക്കണം കേട്ടോ, മഴ വരുമ്പോഴേക്കും മറക്കണം. എടുക്കാൻ ഓർപ്പിക്കല്ലേ, അല്ല ഓർക്കരുത്. ഓർക്കണമെന്ന് മറക്കണമെന്ന് പറഞ്ഞാൽ അവള് മറന്നു പോകും. അങ്ങോട്ട് പറഞ്ഞാ മഴ വരുമ്പോ ഓർക്കണം. എടി മറക്കണ്ടേ, നമ്മളെ കളിയാക്കി പറഞ്ഞല്ലേ. അവള് മറക്കും. എന്നാ വായിക്കാത്ത എഴുതാൻ കൊടുത്തായിരുന്നോ? എന്നാ കട്ടപ്പാ വൈകുന്നേരമാവും. പിന്നെ ശ്യാമളമ്മ ഇത്ര രാവിലെ വരുമല്ലേ? എന്നും പണിയാണല്ലോ, ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ സമ്മതിക്കല്ലേ. കോഴിയെ പിടിക്കാൻ പോകുന്ന ജയ കോഴി ഉണ്ടായപ്പോ നീ പിടിക്കുമല്ലേ? തിരിച്ചു വരുമ്പോ നീ പിടിച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് പിടിച്ചോളാം, നീ തിരിച്ചു വരും പിടിച്ചാൽ മതി. എന്നാ പറയുന്നു? കാട് വെട്ടി തുടങ്ങിയെന്ന്. ഇവിടെ നിന്ന് മേള് വരെ വരും. ഷബിയില്ലേ? ഇവിടുത്തെ മരമെല്ലാം മുറിച്ചോ? ഇവിടുത്തെ മരമൊക്കെ മുറിച്ചല്ലോ. ചൂട് കാരണം ഇനി ഇരിക്കണ്ടല്ലോ പോലീസ് സ്റ്റേഷനോടെ. ഇതാണോ അത്? ഓ
അമ്പലത്തിൻ്റെ സ്ഥലത്തൊക്കെ പോലീസ് സ്റ്റേഷൻ ആ പക്ഷെ ഇടിച്ചല്ലേ മൊത്തം സ്ഥലം എടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോലീസ് സ്റ്റേഷൻ ഇവിടെ ഈ മല ഈ ഫുള്ള് ഈ ഒന്ന് ഇതെല്ലാം അമ്പലത്തിൻ്റെ ആയിരുന്നു പണ്ട്. പിന്നെ ആരും അങ്ങനെ നോക്കാനും പിടിക്കും. ഇത് ദേവസ്വം ബോർഡല്ലേ, ആര് സംരക്ഷിക്കാനാണ്? ദേവസ്വം ബോർഡ് അതിനൊന്നും ആകുന്നൊന്നും വലിയ വിഷയമുള്ള സ്ഥലം. നമ്മളെല്ലാം മാറ്റങ്ങളാണ്, മരങ്ങളെല്ലാം മുറിച്ചെല്ലായിടത്ത് ചൂട് കൂട്ടാനുള്ള പരിപാടിയാണ്. പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലെ മരം അത് പിന്നെ മരം പറക്കിയതേ ഉള്ളൂ, എല്ലാം മുറിച്ചു. വഴി നിൽക്കുന്നതാണ്. എന്നും യാത്രയാണ്. ഇതല്ലേ ഇപ്പൊ പോയില്ലേ, ഇപ്പൊ പോയ ബസ് സെന്റ് ആന്റണീസ്. അവിടെ നീ ഇരിക്കുമായിരുന്നു, അതായാലും എനിക്ക് എടുക്കാമായിരുന്നു. അതിലും കൂടെ സന്തോഷ്. ഇതിപ്പോ എത്ര പേരുണ്ട്? കോഴി മാത്രമുള്ളത്? അപേക്ഷ എല്ലാവരും നേരത്തെ കൊണ്ടുവെക്കും. പൈസ അടയ്ക്കാൻ പറയുമ്പോൾ ആൾക്കാർ മേടിക്കത്തില്ല. ഈ പ്രാവശ്യം ഇപ്പം നേരത്തെ അല്ല എല്ലാ പ്രാവശ്യക്കാട്ടെയും ഇലക്ഷൻ. ആ ഇലക്ഷൻ മുമ്പല്ലേ അവരുടെ കൊടുത്ത പോലെ ആവും. അപ്പം ഇപ്പോഴൊന്നും വരികയല്ല കോഴി. അപ്പം വീട്ടിൽ കയറിട്ടെ 10 മണിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കയറിയിട്ടേ ഉള്ളൂ. ഇറങ്ങോട്ടെ, അത് കിട്ടിയാൽ അന്നേരം പോകും. ആര്? ആ ഇന്ന് ചോദിക്കൂ, അതാരാ നിൽക്കുന്നത്? ആ അവർ സ്ത്രീത്താണോ? വണ്ടിയൊന്നും ഇല്ലായിരിക്കും.
എവിടെ പോവാ? ആ ശരിയാണല്ലോ, ജോലിയുണ്ട്. അത് അവനല്ലേ? ആര്? ഉഷാനിയുടെ മോൻ. അവനിവിടെ ഉണ്ടല്ലോ, അവന്റെ ബർത്ത്ഡേക്ക് ഇന്നലെ കണ്ടായിരുന്നു. ബേഡേ ഇന്ന് കുറച്ച് ചെടി മാത്രം എടുത്തോണ്ട് വരാം. ഇന്നും വിളിച്ച് അടിച്ചാലോ? കിട്ടണുണ്ടല്ലോ. ഉണ്ട് അല്ലേ? വിളിച്ചു നോക്കിയാലേ അടുത്തുള്ളൂ. എന്തെങ്കിലും ആക്കാലോ വെച്ചാലേ കരിപ്പാതി പൊട്ടത്തലി ഞാനല്ലേ ഇന്ന് ഞാൻ അങ്ങനെയില്ല ആ മുടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് സമ്മതിക്കണ്ട ഇവര്. എനിക്ക് ഭയങ്കര മുടിയാന്നാ പറയുന്നത്. ഇന്നലെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു വെട്ടി. അതാന്ന് വെച്ചാൽ താരനല്ലേ. ഓ താരനുണ്ടെങ്കിൽ അതിന്റെ എല്ലാം മരുന്ന് തേച്ചാൽ പോയായിരുന്നു. അതിനാണോ മുട്ട അടിക്കുന്നത്? താരനൊന്നും ചെറുതായിട്ട് അമ്മ വിളിച്ചപ്പോ ഞാൻ അടിച്ചുള്ളൂ. ഉച്ചയാകുമ്പോ നാരായണിക്ക് പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ടി വിയിലാണോ കാണുന്നത് ഈ ചാനല്? എന്നാ പിന്നെ നീ പോടാ, ഇത് കൊണ്ട് കൊടുക്കുക. ജയ അങ്ങോട്ട് വരണം. എവിടെ? എനിക്കറിയത്തില്ല എവിടെയാ അത്. അവനറിയത്തില്ലേ, വണ്ടിക്കാരനറിയാമല്ലോ. പക്ഷെ നിങ്ങളുണ്ടല്ലോ കൊട്ടുകാരാ. ആദ്യം ഒരെണ്ണം ഒരു മാസം ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത് ഇടാൻ തുടങ്ങിയ അത് എല്ലാം കൂടെ കൂട്ടി എനിക്ക് ഒന്ന് 2 മാസം ശരിക്കും ഇട്ടിട്ടുള്ളൂ അടുപ്പിച്ച്. അത് പിന്നെ ഇടയ്ക്ക് മുട്ടിനെ കുറച്ചിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറേ ദിവസങ്ങളായി. അപ്പം വന്നല്ലോ ഓട്ടാ. കോഴീനെ മേടിക്കാൻ പോവാ. കോഴി വന്നോ നടത്തില്ല അപ്പോൾ. ആ ഒന്നുമില്ല. ഫുൾ ടൈം ഫോണിനകത്താണോ? ഇതല്ലേ പുതിയ പോലെ അടിപൊളി ഇതെല്ലാം കാണിയത് ക്യാമറ. അത് നേരത്തെ അവിടെ ഉള്ളതാണ്. ഇപ്പൊ മുട്ടയടിച്ചോണ്ട് തെളിഞ്ഞു വന്നേ. ഇതുണ്ട് വീഡിയോ തകർക്കുന്നുണ്ടല്ലോ. വീഡിയോ ഓർമ്മ ചെറുതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്നും കൊള്ളത്തില്ല. നമ്മളെ ആൾക്കാരോട് നമ്മളോട് പറയുന്നത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. കേട്ടോ, ആൾക്കാർ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ സ്വന്തം കൂട്ടുകാരെ നമ്മളെ കുറ്റപ്പെടുത്തുക. അമ്മയോട് പോകാൻ പറയുന്നേ. അങ്ങനെ പറയാൻ പറ്റുമോ? ആ പിന്നല്ല, മൈൻഡ് ചെയ്യണ്ട. ശരിയായി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? കണ്ടല്ല പറഞ്ഞ അഭിപ്രായം പറ. കൊള്ളാം, തന്നെ കുഴപ്പമിരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് നമ്പരല്ല ഒരു ഉപദേശം കൊടുക്കണം. സമയമുണ്ടോ? ഒരു സെക്കൻഡ്. ഇങ്ങോട്ട് വാ. നീ എന്നാ പരിപാടിയാ? അങ്ങോട്ട് വിട്ടോ. റീൽ ചിത്രം എടുക്കുന്നില്ല കൂട്ടിക്കലേ അവന്മാരെ അവന്മാർക്ക് അറിയത്തില്ല. ഫേസ്ബുക്കിൽ ഇടുന്നേക്കാട്ടി കുറെ റൂൾസും കൂടെ ഉണ്ടോ ഇതിനകത്ത്. യൂട്യൂബിനകത്ത് കറക്റ്റ് നോക്കി കണ്ട് കിട്ടില്ലെങ്കിൽ പണിയാ. ചെയ്ത ചേട്ടല്ലേ, ഞാനിത് റീൽസിനകത്ത് ഇടും, അടിയനത് വീഡിയോയ്ക്കകത്ത്. എല്ലാവരും നമ്മളെ മാതൃകാ പുരുഷനാ. കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെ ആ ഫലമാണ് അനുഭവിക്കുന്നത്. ഇവന് ഞാനും കൂടെ അതിനെ ഒന്നിച്ച് ഓടിച്ചാ.
ഞാനും എല്ലാം ഒരുമിച്ച് പിടിച്ചല്ലേ വലിയ ക്ലാസ്മേറ്റില് 80% ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. കോഴിയുണ്ട് അവിടെ കൊടുക്കുന്നത്. പ്ലാന്റ് പോയി. അടുത്ത് നമുക്കിത് നിശാനുമുള്ള ഒരു പെണ്ണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ പെണ്ണ് എന്നോട് ചോദിച്ചായിരുന്നു കോഴിയെ വളർന്നു കഴിഞ്ഞത് ഒപ്പിടണേ. 24 പിന്നെ സരസ്വതി 24. വിളിച്ച് ചോദിക്കണ്ടേ? ഇത്തിരി സമയങ്ങളൊന്ന് കോമഡി മോഡിൽ നിന്നോട്ടെ. അവിടെ ഇവിടെ അല്ല ഇറങ്ങും. തേമ്പഴ വരെയൊക്കെയാണ് കുഞ്ഞാണല്ലോ നേരത്തെ കാട്ടി കുഞ്ഞല്ലേ. എല്ലാരും നിൽക്കേ വണ്ടി വരട്ടെ. ഇത്ര ആൾക്കാർ നിൽക്കുമല്ലേ. അപ്പോൾ ഇടിച്ചയക്കാലും കയറാൻ പറ്റിയല്ല. എല്ലാം ഒരു വണ്ടി പോട്ടെ. ആണോ?
കേറട്ടെ ഞാനാദ്യം. അവിടെ വെച്ച് നിലത്ത് എങ്ങോട്ട് എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്നും ഉണ്ടല്ലേ? എന്നുണ്ട്. വേഗം കണ്ടോണം. നാളെ വരുമ്പോൾ എന്നെ പേര് കൊണ്ടുവേ. നാളെ വരുമ്പോഴേ എടുത്തിട്ട് വരും. നിന്റെ ചേച്ചി നിൽക്കുന്നു. ചേച്ചി കുറച്ച് കഴിയുമ്പോൾ വരും. എവിടെ പോയതാ? എവിടെ പോയാ? പെട്ടയ്ക്ക്. അവര് ഓട്ടോയ്ക്കാണോ? അറിയത്തില്ല. അപ്പയുണ്ടോ? അപ്പ പോയതാ. അപ്പയും പോയി കോഴിനെ പിടിക്കാൻ. എന്തിയാർന്ന് വെച്ചാ എന്താ? ഇത്രയും കേസുള്ളൂ. മെമ്പർ കാർഡ് പറയാം. നമുക്ക് മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഇല്ലേ, കൂട്ടിക്ക പഞ്ചായത്തിൽ നിന്ന് കോഴീനെ കിട്ടുന്നത്. വാനില കാണാനില്ലല്ലോ. വെയിൽ സൂപ്പറല്ലേ? ഓഹോഹോ, എന്താടി എന്താ? ചേച്ചി ചേന മേടിക്കാൻ നിന്നാ അവിടെ ഈ മറ്റേ കൃഷിഭവനിൽ നിന്ന് ചേന കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ചേന ഞാൻ നോക്കിയപ്പോൾ. എന്നാൽ ഒരു 2-3 കിലോ മേടിച്ചാക്കാന്ന് വെച്ച്. ആ കോഴിത്തീറ്റ മേടിച്ച്
ആ ഹാ ഹാ ഇതോ അതിനാണ് വേസ്റ്റ് കൂട് എടുത്ത് വേസ്റ്റ് ചെയ്തിട്ടേ അതൊക്കെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പൊക്ക് 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 ഒന്ന് നിക്ക്. ഉച്ച കാണട്ടെ. ഓർമ്മ തലയുണ്ടോ അതിൻ്റെ ശ്വാസമുണ്ട് അതിന്. അത് നമുക്ക് ഇതോ ചേനയാടി ചേന നമുക്കിപ്പോൾ സാമ്പാർ അവിയലുണ്ടാക്കണ്ട. ഇതിനകത്തുന്നാ? അതിനകത്തൊന്നുമില്ല ചോദിച്ചാൽ തീറ്റയാ കോഴിയുടെ. മേടിച്ചേ. നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കില്ലേ? വെജിറ്റബിൾ മസാലയാണ് ഇടുന്നത്. ആ അല്ലപ്പാ അല്ല. ശ്യാമളമ്മയാണോന്ന് അറിയത്തില്ലല്ലോ വരുന്നേ. അതെ അതെ അതെ, അമ്മയുടെ അമ്മ, എൻ്റെ അമ്മ വന്നു. എൻ്റെ അമ്മ വന്നു. ശ്യാമളമ്മ വന്നേ. ശ്യാമളമ്മ ഓട്ടോയ്ക്ക് വരുമ്പോൾ അന്നേരം ചേട്ടാ പറയുന്നതെന്നറിയോ, ലോട്ടറി അടിച്ചെന്ന്. ലോട്ടറി അടിച്ചവർ മാത്രം ഓട്ടോയ്ക്ക് വരത്തുള്ളൂ. നോക്കിയിരിക്കുകയായിരുന്നു. ദൈവമേ, അമ്മായിമ്മയോട് പോര് കുത്താൻ. അമ്മ ഇത്രയും താമസിക്കല്ല. എന്നാന്ന് വെച്ചാ ചേട്ടായാണെങ്കിൽ നാക്ക് ചൊറിഞ്ഞ് എത്ര നേരമായിന്നറിയോ അമ്മയ്ക്ക്. നാക്കേ ഇട്ടായിരുന്നതെല്ലാം. നീ ശ്യാമളമ്മയോട് കിടന്നു. അപ്പയോ പിന്നെ നാക്ക് ചൊറിഞ്ഞിട്ട് ഒരുപാടായി. അമ്മ എന്നെ അമ്മയത്തെ താമസിക്കുന്നത്. എൻ്റെ ചേട്ടായുടെ ആയുസ് എനിക്ക് നോക്കണ്ടേ. വെള്ളം കുടിക്കാൻ പച്ചവെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം വേണ്ടല്ലോ അല്ലേ? ഫ്രിഡ്ജിലെ വെള്ളം തണുത്തോളം വേണം എനിക്ക്. വീട്ടിൽ പോവാം. ഞാനും പോവാം വീട്ടില്. ഇത് തിന്നാനൊന്നും ഞാൻ മേടിച്ചില്ല. എന്നോടേ ഇത് മേടിക്കാൻ പറയാം. എല്ലാം അങ്ങോട്ട് ചെല്ല്. എത്ര വയസ്സായി അതിന്? 50 ഗ്രാം വീതമാ. 50 ഗ്രാമാണ്. 100 രൂപയ്ക്ക് രണ്ടും കൂടെ മേടിക്കും. 2 കിലോ കോഴിനെയോ? പുതിയ കോഴി രണ്ടു കഴിഞ്ഞ കൊണ്ടുവന്നെ വലിപ്പമാണോ? ചെറുതാ. അതിലും ചെറുതാണോ? പോനും പടയോ? അതൊന്നും അറിയത്തില്ല. പൂവനാ പടയൊന്നും അറിയത്തില്ല. അമ്മ നോക്കി, ശ്യാമളമ്മ നോക്കിയാലും ശരി. ആ പുറകിരിക്കുന്ന പൂവിൻ്റെ ഏതാ? ഇതോ കട്ടപ്പാ. കണ്ടായിരുന്നത്? അമ്മ കണ്ടില്ലല്ലേ? നോക്കിയോ മതി. ഇത് പോരെ? എന്നിട്ട് ഇങ്ങനെ ബിരിയാണി മുട്ട ഇതിങ്ങനെ മതിയോ? ഇറക്കി താ. ഇളക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി മുട്ട ഇറക്കി തരുമോ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അല്ലാണോ. ഒന്നും പറഞ്ഞില്ല. സാമ്പാറൊന്നും വേണ്ടിയില്ല. ഉണ്ടും തന്നെയാണ് നല്ലതെന്ന് പറയും. നല്ലതാണെങ്കിലും നല്ലതെന്ന് പറയും. മോശം എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വെച്ച് ആ ചൂട്
മോനെ കറണ്ട് ലൈറ്റ് ഇട്. അതേ നെറ്റില്ലെന്ന് പറഞ്ഞു. ആ എടി അതിന് നെറ്റില്ലടി. ലൈറ്റിന് ഈടെ ഇത്ര പ്രോബ്ലം ആണെങ്കിൽ എനിക്കറിയത്തില്ല. എന്നാ ജീവിച്ചാണ് എഗ് ബിരിയാണി കഴിച്ച് വയറങ്ങോട്ട് നിറഞ്ഞു പോ. ഓ പേരയ്ക്കാൻ മാങ്ങല്ലേ അമ്മ ഇത്? പേരയ്ക്കാടെ കൂട്ട് ഇരിക്കുന്ന കണ്ടേ, പേരയ്ക്കാന്നേ തോന്നുള്ളൂ. പക്ഷെ മാങ്ങ പേരയ്ക്കാടെ അതല്ല, അത് അങ്ങനെയല്ല. ഇത് നമ്മുടെ മറ്റേ സൈസ്. അതേ ഇങ്ങനെ ഇഷ്ടമെന്നറിയാം മാങ്ങ. അതിനെ പുളി കൂടുതലെത്ത്. ചോറ് എന്തിനാ കഴിക്കാൻ?